ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IELTS സ്പീക്കിങ്ങിനെ കുറിച്ചാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓരോ വെബ്സൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വളരെ വലിയ രീതിയിൽ IELTS സ്പീക്കിങ് കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ടിപ്സ് ട്രിക്സ് പോലെയുള്ള സംഭവങ്ങൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ മറന്നു പോകാറുണ്ട്. അങ്ങനത്തെ ഒരു പോയിന്റിനെ കുറിച്ചും പിന്നെ നിങ്ങൾക്ക് IELTS സ്പീക്കിങ്ങിൽ എങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നാച്ചുറലായിട്ട് സ്പീക്കിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടോൺ മാറുന്നത് എങ്കിൽ യെസ്, പ്രോബ്ലം തന്നെയാണ്. കൂടുതൽ ആളുകൾക്കും കൂടുതൽ കാൻഡിഡേറ്റ്സും സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ടോണിലൂടെയാണ് അവർ സംസാരിക്കാറുള്ളത്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് 6 ബാൻഡാണ് വേണ്ടത്, അല്ലെങ്കിൽ 7 ബാൻഡാണ്. ചില സമയങ്ങളിൽ 7 ബാൻഡ് റിക്വയർമെൻറ്റ്സ് വരാറുണ്ട് ചില കേസുകളിൽ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 7 ബാൻഡ് കിട്ടുക എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. പക്ഷേ അത് എങ്ങനെയാണ് ആ 7 ബാൻഡിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. പ്രധാനമായിട്ടും ഇപ്പോൾ നിങ്ങൾ 4 മൊഡ്യൂൾ എടുത്ത് നോക്കൂ, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഇതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് 8 ബാൻഡ്, 8.5 ബാൻഡ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മൊഡ്യൂളേ ഉള്ളൂ, അത് സ്പീക്കിംഗ് ആണ്. എങ്ങനെയാണെന്നല്ലേ, ബി നാച്ചുറൽ. പക്ഷേ എങ്ങനെയാണ് നാച്ചുറൽ ആവുക? ഒരു സിനിമയിൽ ചേരാൻ പറയുന്നുണ്ടല്ലോ, നാച്ചുറൽ ആവാം സാർ, എന്നിട്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട്. ശരിക്കും അതല്ല നാച്ചുറൽ എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നാച്ചുറലായിട്ട് സ്പീക്ക് ചെയ്യുക എന്നുള്ളത്. മലയാളത്തിൽ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു പ്രത്യേക ടോണിലാണ് സംസാരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്ന സമയത്ത് അതിൻ്റെ ടോൺ അങ്ങനെയായിരിക്കും വരിക. നിങ്ങൾക്കത് സീരിയസ് ആയിട്ട് തോന്നണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ടോൺ അങ്ങനെ ഉപയോഗിക്കുന്നത്. അത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നു. അത് തന്നെയാണ് എൻ്റെ വിജയം. ഞാൻ നിങ്ങളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫാണത്. എന്നാൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറുന്ന സമയത്ത്, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഡിസ്ക്രൈബ് യുവർ ഹോം ടൗൺ. അപ്പോൾ നമ്മൾ എന്ത് പറയും? കാലിക്കറ്റ്. ഓക്കെ, കാലിക്കറ്റ് ഈസ് മൈ ഹോം ടൗൺ. കാലിക്കറ്റ് ഈസ് വൺ ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഇൻ കേരള. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഹോം ടൗണിനെ കുറിച്ച് മലയാളത്തിൽ നമ്മൾ പറയും. അതായത് ഓക്കെ, എൻ്റെ ഹോം ടൗൺ കോഴിക്കോടാണ്. ഒരാളോട് നമ്മളിങ്ങനെ മറുപടി പറയുകയാണെങ്കിൽ അയാൾ വിചാരിക്കും നമുക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടാവും, അല്ലേ? ഇതേപോലെയാണ് കൂടുതൽ ആളുകളും സ്പീക്കിങ്ങിലേക്ക് പോകുന്നത്. ഹോം ടൗൺ ഡിസ്ക്രിപ്ഷൻ മുതൽ സ്പീക്കിങ്ങിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആണ്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, എങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണത് ഹോം ടൗൺ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഹോം ടൗണിനെ കുറിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റും. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്പീക്കിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇപ്പം നമ്മൾ എങ്ങനെ നാച്ചുറലായിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമല്ലോ, വാട്ട്സ് യുവർ നെയിം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫുൾ നെയിമാണ് പറയേണ്ടത്. അതിൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്ന രീതിയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ശരിക്കും നിങ്ങളുടെ ഫുൾ നെയിം, ഫസ്റ്റ് നെയിം ആൻഡ് സർ നെയിം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഇപ്പം ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ വീഡിയോ ഉണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകൊണ്ട് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, സർ നെയിം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് 2 പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം പറഞ്ഞ സമയത്ത് ചില ആളുകൾക്കല്ല, ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് വന്നതുകൊണ്ട് ഞാൻ രണ്ടാമത് ആ വീഡിയോ ചെയ്തു. എനിവേ നിങ്ങൾ ചാനലിൽ അതിൽ വീഡിയോ ചെക്കൗട്ട് ചെയ്യുകൊണ്ടു അതിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് വാട്ട്സ് യുവർ നെയിം എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ you must say your full name, and after that the examiner will ask you what shall I call you. Then you can reply like, for example, my name is Mohammed Jasim, so I can say my name is Mohammed Jasim, but you can call me Jasim എന്ന രീതിയിൽ നമുക്ക് പറയാം. what shall I call you? Yes, you may call me, അല്ലെങ്കിൽ you can address me or you can call me Jasim എന്ന രീതിയിൽ എനിക്ക് പറയാം. ഇനി അതല്ലെങ്കിൽ മുഹമ്മദ് ആണെങ്കിൽ എനിക്ക് അതും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള പേര് ഏതാണോ, 2 പേരുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ദിലീപ് പറഞ്ഞ പോലെ, പറഞ്ഞും കേട്ട് ശീലമായതുകൊണ്ട് ശത്രു എന്ന് മാത്രമേ വായിൽ വരുള്ളൂ എന്ന് പറഞ്ഞ പോലെ, നിങ്ങളുടെ കേട്ട് പരിചയമുള്ള പേര് ഏതാണോ അത് നിങ്ങൾക്ക് പറയാം. പക്ഷേ നിക് നെയിംസ്, പെറ്റ് നെയിമുകളൊന്നും പറ്റില്ല. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് തോന്നുന്നു. എനിവേ, അതിനുശേഷം യെസ്, ഒബ്വിയസ്ലി ദേ വിൽ ആസ്ക് ഫോർ സം ഐഡൻറ്റിഫിക്കേഷൻ പ്രൂഫ്. ഓക്കെ, നിങ്ങളോട് പ്രൂഫ് ചോദിക്കും. ദെൻ യു ക്യാൻ ഗീവ് ദ പാസ്പോർട്ട്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ഗീവ് ബാക്ക് ടു യു. ദെൻ
we can expect one question, that is, where do you come from? Tell me about your hometown, or what is your hometown? Then we need, as you already know that in round 1 we need 3 to 4 sentences, especially about hometown. So it should be an effective one. അതാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ഇംപ്രഷൻ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ മേക്ക് എ റെഡിമെയ്ഡ് ആൻസർ ഓഫ് യുവർ ഹോം ടൗൺ. Okay, this is my hometown, this is located in this place, it has these facilities, this kind of green export, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പറഞ്ഞ് വളരെ കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കണം നിങ്ങൾ നിർത്തേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ നോക്കി, ദിസ് ഈസ് മൈ ഹോം ടൗൺ, ദീസ് ആർ ദ ഫെസിലിറ്റീസ്, ദർ ആർ മെനി പീപ്പിൾ, ദേ ആർ ഗുഡ് പീപ്പിൾ. ഇങ്ങനെ നിർത്താൻ പാടില്ല. ഇങ്ങനെ നിർത്തിയാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഐ ഹാവ് മോർ ടു സേ എന്നാണ്. അപ്പോൾ എക്സാമിനറും നിങ്ങളോട് പറയും, പറയൂ എന്ന രീതിയിൽ പറയും. അപ്പോൾ അതിന് നിങ്ങൾ ഇട ഉണ്ടാക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് മൈ ഹോം ടൗൺ, ദീസ് ആർ ദ ഫെസിലിറ്റീസ്, ദീസ് ടൈപ്പ് ഓഫ് പീപ്പിൾ ആർ ദെയർ ആൻഡ് ഐ ലവ് മൈ ഹോം ടൗൺ. ഓക്കെ, ഐ ലവ് മൈ ഹോം ടൗൺ. ആ ടോണാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാരും പറയാറില്ല. കൂടുതലും എന്തിനെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ നാച്ചുറലായിട്ട് സംസാരിക്കണമെന്ന് എല്ലാവരും പറയാൻ കാരണം, എങ്ങനെയാണ് നാച്ചുറലായിട്ട് സംസാരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നമുക്കത് അറിയില്ല എങ്ങനെയാണ് നാച്ചുറൽ ആവുക എന്നുള്ളത്. നാച്ചുറൽ ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോണിലാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ടോണില്ലേ, അത് ഓരോ സമയത്തും വേരിയേഷൻ വരുന്നുണ്ട് അല്ലേ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ടോണിലായിരിക്കും, പക്ഷേ ഫണ്ണി ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ടോണിലായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ എഫക്റ്റീവായിട്ട് ടോൺ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, റിമെമ്പർ, നേച്ചുറൽ ഈസ് ഓൾവേസ് പ്രാക്ടീസ്ഡ് അല്ലേ. നമ്മുടെ ബ്ലോഗാണ് വായിക്കുന്നത്, നിങ്ങൾ നമ്മുടെ ബ്ലോഗ് ചെക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ബ്ലോഗ് വഴിയാണ് ചെയ്യാറുള്ളത്. ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസ് blogspot.com നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ടാസ്ക് 2 സാമ്പിൾ എസ്സേ, അതേപോലെ ടാസ്ക് 1 എസ്സേ എല്ലാം, റിപ്പോർട്ട് റൈറ്റിംഗ് എല്ലാം ഞാൻ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, എല്ലാവരും സാധാരണ പറയാറുണ്ട് സ്പീക്ക് ഓൺ കോമൺ ടോപ്പിക്സ് എന്ന ടോപ്പിക്സ് ഏതാണെന്ന് പറയാറില്ല. നമുക്ക് അവിടെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്പീക്ക് ഓൺ കോമൺ ടോപ്പിക്സ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിലിരിക്കുന്നത് ചെയേഴ്സ് ഉണ്ട്, വാട്ടർ ബോട്ടിൽ, ദെൻ ബുക്സ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് തുടങ്ങണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതലും പ്രാക്ടീസ് വേണ്ടത് റൗണ്ട് 2-ലാണ്, ക്യൂ കാർഡ് സെഷനിലാണ്. അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയണം. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്കില്ലെന്ന് പറയുന്നത്. അത് നമുക്ക് നേടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൗണ്ട് 1, റൗണ്ട് 3 എന്നുള്ളതിലേക്ക് നമുക്ക് തിരിയാം. അവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നാച്ചുറലായിട്ട് സംസാരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നാച്ചുറൽ ആവുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ കാര്യം ടോൺ മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഈ ടോൺ മാറ്റിയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള ബോഡി മൂവ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുക. ഒരു ഐലിഡ് പോലും അങ്ങനെ അനങ്ങില്ല. കാരണം ചില സമയത്ത് വന്നിട്ട് ഇങ്ങനെ ആയിട്ട് ഇരുന്നിട്ടുണ്ടാവുക, എന്നിട്ടൊരു പേടിയായിരിക്കും, ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്ന് പോയല്ലോ, ഇനി ഇത് മാറ്റിയ പ്രശ്നമാവുമോ. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ്. ഓക്കെ, അതൊന്നും നമ്മുടെ ഒരു വീക്ക്നെസ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു മോശമായിട്ടോ നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ബോഡി മൂവ്മെൻറ്റ്, ജസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്, ടോൺ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ടോണിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു സെൻറ്റൻസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. ഓക്കെ, എനിക്ക് ഇന്നത് മാത്രമാണ് പറയാനുള്ളത്. ഓക്കെ, എനിക്ക് ഇന്നത് മാത്രം പറയാൻ അങ്ങനെ നിർത്തരുത്. അത് മാത്രമേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനിയോ ആക്സെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആക്സെൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആക്സെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മൾ ബ്രിട്ടീഷ് ആക്സെൻറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ ആക്സെൻറ്റ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി ഇന്ത്യൻ ആക്സെൻറ്റ് ഈസ് well accepted by all the people, and also you can expect your examiner might be from the north, so she would be using Indian accent. Indian accent is accepted by all the Cambridge examiners, so you don't have to bother about that. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു വേർഡ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വേർഡ്, ഏത് വേർഡാണ് പറയുക, ഇപ്പോൾ ഓൺട്രപ്രനൂർ എന്ന വേർഡ്, നമുക്ക് ആ വേർഡ് തന്നെ എടുക്കാം. അത് നിങ്ങൾ എൻ്റർപ്രണർ എന്ന രീതിയിലാണ് പറയുന്നതെങ്കിൽ അതാണ് ആക്സെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഓൺട്രപ്രനൂർ എന്ന് തന്നെ പറഞ്ഞോളൂ, കുഴപ്പമില്ല, അത് കറക്റ്റാണ്.
ഓക്കെ, നേരെ മറിച്ച് നിങ്ങളത് എൻ്റർപ്രണർ എന്ന രീതിയിൽ പറയുമ്പോഴാണ് ആക്സെൻറ്റ് പ്രോബ്ലം ഈസ് ദെയർ എന്ന രീതിയിലൊരു റിമാർക്ക് നിങ്ങൾക്ക് കിട്ടുക. കൂടുതൽ ആളുകളും വിചാരിക്കുന്നത് വി ഹാവ് ടു സൗണ്ട് ലൈക്ക് എ നേറ്റീവ് സ്പീക്കർ എന്നാണ്. നോ, we don't have to do that. Or and also, you know, if you want to make that change, like an accent change, then it will take some time. You have to entirely change to an English environment, and you have to think like that. That is the most important thing. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം we don't have to do that. Actually, it's waste of time in my opinion. Okay, I don't know about your opinion, but if you want to do that, then that is very good, and I would appreciate that. നിങ്ങൾ കുറച്ചൊക്കെ രീതിയിലുള്ള ഒരു ആക്സെൻ്റ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. ബട്ട് ഡോണ്ട് ഫേക്ക് ആക്സെൻറ്റ്. എന്ന രീതിയിലൊന്നും നിങ്ങൾ പറയരുത്. അതോടുകൂടി വേഗം തീരുമാനമാകും നിങ്ങളുടെ സ്പീക്കിംഗ്. ഓക്കെ, ഇനി ബി ടെൻഷൻ ഫ്രീ. ടെൻഷൻ ഇല്ലാത്ത ആളുകൾ ആരാ ഉള്ളത് അല്ലേ? യുനോ മോസ്റ്റ് ഓഫ് മൈ കാൻഡിഡേറ്റ്സ് ഇപ്പോൾ അതിൽ എല്ലാവരും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, സർ ഐ ലാക്ക് കോൺഫിഡൻസ്. എനിക്ക് കോൺഫിഡൻസ് ഇല്ല സർ. ഇതിന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ക്ലാസ് പറയേണ്ടത്. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരു IELTS എക്സാമിനേഷൻ എഴുതിയിട്ട് അത് കോൺഫിഡൻസ് കാരണം ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞാൽ അതിലും വലിയ സെൽഫ് ഹ്യൂമിലിയേറ്റിംഗ് ഇൻസിഡൻറ്റോ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കോൺഫിഡൻസ് കാരണം നമുക്ക് ഒന്നും പോകാൻ പാടില്ല. അത് തന്നെ ആയിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കോൺഫിഡൻസ് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ കഴിയുമോ, അത്തരത്തിലുള്ള കൺഫ്യൂഷൻ, ഇതൊക്കെ ലോ ലെവൽ സ്റ്റുഡൻസിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആ ലെവലിലേക്ക് പോകണ്ട. വി ആർ IELTS പ്രൊഫഷണൽസ്, വി ആർ ലേണേഴ്സ്, ഇംഗ്ലീഷ് ലേണേഴ്സ്. ഇനിയും അതുമല്ല, ഒരു ഭാഷ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിലേക്ക് പോകണ്ട. ഓക്കെ, ഓർഡിനറി ആവണ്ട നമുക്ക്. ലെറ്റ്സ് ബി ആൻ എക്സ്ട്രാ ഓർഡിനറി കാൻഡിഡേറ്റ് ആൻഡ് ലെറ്റ്സ് ക്രാക്ക് IELTS. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നാച്ചുറലായിട്ട് സംസാരിക്കേണ്ടതെന്നുള്ളത്. ഇനി ഒരു ബോണസ് എന്ന രീതിയിൽ ഞാനൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. തേർഡ് റൗണ്ടിൽ, സെക്കൻഡ് റൗണ്ട്, ഓരോ റൗണ്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ടറി എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് 3ൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ബോണസായിട്ട് പറഞ്ഞു തരാം. ശരിക്കും when it comes to round 3, the examiner would be asking your opinion on some scenarios, like, you know, do you think that we should ban this, or do you think that this is good or not? Then most probably most of the candidates have a tendency to reply like, you know, yes, directly yes. അങ്ങനെ പറയരുത്. ഓക്കെ, ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രേസ് ഉപയോഗിക്കുക. അതാണ് I think. You know, I think it should be banned. ദെൻ അവിടെ നമുക്കൊരു സപ്പോർട്ട് കിട്ടുകയാണ്. നമ്മളിനി എന്ത് പറഞ്ഞാലും അത് നമ്മുടെ ഒപ്പീനിയനാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക്, യു നോ, വി ആർ ഡോമിനേറ്റിംഗ് ഓൺ സംതിങ്. അപ്പോൾ അങ്ങനെ സൗണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലൊരു സപ്പോർട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഓക്കെ, എനിവേ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ IELTS ലേണിംഗ് സീരീസ് ഇനി മുതൽ തുടരുന്നതാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് ഒപ്പം പഠിക്കാം. നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങളത് കോമെൻറ്റ് ചെയ്തോളൂ. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ആൻസർ യു. വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, എനിവേ, സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ.